ഹായ് ഹലോ നമസ്കാരം, ഞാൻ നമിത. രുചികൾ തേടിയുള്ള സംസാരം ടിവിയുടെ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് കൊച്ചി മരടിലുള്ള ഇൻ ഹൗസ് എഗ്നറിയിലാണ്. ഇൻ ഹൗസ് എഗ്നറിയുടെ എല്ലാമായ ജയചേച്ചിയുടെ സ്പെഷ്യൽ ഡിഷാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ചെമ്മീൻ ചോറാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് നമുക്ക് പോകാം. ഇൻ ഹൗസ് എഗ്നറിയുടെ എല്ലാമായ ജയചേച്ചിയാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ നമസ്കാരം ചേച്ചി. നമസ്കാരം. അപ്പോൾ എന്താണ് ഇന്നത്തെ ഐറ്റം നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്? ഇന്ന് ചെമ്മീൻ ചോറാണ് നമ്മളുടെ ഒരു മെയിൻ ഐറ്റം. ഓക്കെ, ചെമ്മീൻ ചോറ് തന്ന് നമ്മൾക്കത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ചെമ്മീൻ ചോറാണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളെന്നൊക്കെ നമുക്ക് നോക്കാം അല്ലേ ചേച്ചി? പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കും. അതെ, ആദ്യത്തെ പ്രോസസ്സിലോട്ട് പോവാണ്. ഇത് നമ്മൾ കുടംപുളി ഇട്ട് വെച്ച് നമ്മൾ ഒന്ന് ബോയിൽ ചെയ്ത് എടുക്കുന്നതാണ് ഈ പ്രോൺസ്. കുടംപുളി ഇട്ട് ബോയിൽ ചെയ്ത്. അതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? അതിനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുടംപുളിയും കൂടിയുടെ ഉപ്പിടും. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുടംപുളി, ഉപ്പ് ഇതിട്ടിട്ട് കുറച്ചൊന്ന് വേവിച്ച് വെച്ചേക്കും അല്ലേ? അതെ, വേവിച്ച് വെച്ചിരിക്കും. ഇതിപ്പോൾ ഒരാൾക്കാണെങ്കിൽ ഒരാൾക്കുള്ളത്. അതെ, ഒരാൾക്കുള്ളത്. ഈ ബോയിലിംഗ് ടൈം എങ്ങനെയാ? ചെമ്മീൻ കുറച്ച് ശ്രദ്ധിക്കണ്ടേ നമ്മള്? അതൊരു 5-10 മിനിറ്റ് കൂടുതൽ ബോയിൽ ചെയ്യേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ നമ്മൾ ഇതിൽ ഫ്രൈ ചെയ്യാണ്. പിന്നെ ഓക്കെ, ഇതിന്റെ ഗ്രേവിയും ഇതിന്റെ ഇതുമൊക്കെയാണ് ഇതിന്റെ ടേസ്റ്റ് അങ്ങ് കൊടുക്കുന്നത്. ചെമ്മീൻ പാനിലിട്ടിട്ട് അതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. അതെ, കറിവേപ്പില ഇടുവാണ്. നല്ല മണം, എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു മണം. ഒന്നൊരു ഫ്രൈയിലേക്ക് വരണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനൊരു ചട്നി ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ. ടൊമാറ്റോയും ഒണിയനും അതിലും മുളക് പൊടിയും കുറച്ച് ഉപ്പും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ചട്നി. ആ ചട്നിയും കൂടി ഇതിലേക്ക് വന്ന് ഒന്ന് മിക്സ് ആവണം. ഓക്കെ, ഞാൻ വിചാരിച്ചിരിക്കുന്ന ചെമ്മീൻ ഡയറക്റ്റ് എണ്ണയിലിട്ടാലേ ഫ്രൈ ഇല്ല, ഇതൊക്കെ ഇങ്ങനെയുള്ള ഓരോരോ ഇതൊക്കെ സംഭവങ്ങളുണ്ട്. ഇത് ആൻറ്റിയുടെ ഒതന്റിക് ഡിഷാണോ അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും ഉണ്ടാക്കി? അത് പണ്ട് നമ്മുടെ അമ്മമാർ ഈ പണ്ടത്തെ കാലത്ത് ഈ മീൻ വറുത്തയിലൊക്കെ അവർ ബാക്കിയുള്ള എണ്ണയൊക്കെ വെച്ചിട്ട് നമ്മൾക്ക് ചെറിയൊരു ചോറൂറിലേക്ക് തരുമല്ലോ. ആ ഒരു നൊസ്റ്റാൾജിക് എഫക്റ്റാണ് ഇതിന്. അപ്പോൾ ഇത് സ്വന്തമായപ്പോൾ അതെ നമ്മൾക്ക് ആ ചട്നിയും എല്ലാം കൂടി അതിൻ്റെ ഉള്ളിലേക്ക് മിക്സ് ചെയ്യണമല്ലോ നമ്മൾക്ക് കുറച്ച്. അപ്പോൾ നമ്മൾ കുറച്ച് ചട്നി ആക്കിയെന്നേ ഉള്ളൂ. ഇതിൽ ശരിക്കും പറഞ്ഞാൽ എക്സാക്ട്ലി ആ ഒരു ടേസ്റ്റാണ് നമ്മൾ വരുത്തുന്നത്. അമ്മയുടെ ഓതന്റിക് മോഡേണൈസ് ചെയ്ത് സ്വന്തം രീതിയിൽ ഇൻവെൻഷൻ ചെയ്തുണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ അമ്മമാരാണല്ലോ ഒരു മെയിനായിട്ട് ഉള്ള. നമ്മൾ ആദ്യത്തെ ഷെഫും എല്ലാം. എൻ്റെ അമ്മ മരിച്ചിട്ട് 2 വർഷമായിട്ടേ ഉള്ളൂ. അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു ആ സമയത്ത് തന്നെയാണ് ഈ ക്ലൗഡ് കിച്ചണും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, ആ സമയത്ത് തന്നെ ഞാൻ ആ ഗൾഫിൽ നിന്ന് വന്ന് 2 വർഷം കഴിഞ്ഞിട്ടാണ് അമ്മ മരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കൊറോണ വന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നു. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ചട്നിയാണ്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടൊമാറ്റോ, ഓണിയൻ, മുളക് പൊടി, ഓക്കെ, ഉപ്പ്. ടൊമാറ്റോ, ഓണിയനും മുളക് പൊടി, ഉപ്പും അത് ഗ്രൈൻഡ് ചെയ്തിട്ട് പേസ്റ്റ് പോലെ ആക്കാം. ഡയറക്റ്റ് പച്ചക്ക് തന്നെ നമ്മൾ ചൂടാക്കി അത്ര തന്നെ. ഇത് നമ്മൾക്ക് ഈ എണ്ണയിൽ വരും. എണ്ണയിൽ വരുമ്പം ഇതങ്ങ് ചൂടായിക്കോളും. ടൊമാറ്റോ, സവാളയും ഉപ്പ്, മുളക് പൊടി ഇട്ടിട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന സാധനം നേരത്തെ പ്രിപ്പയർ ചെയ്താണ് കേട്ടോ. എന്നിട്ട് അത് ഈ മിക്സിലോട്ട് നമ്മൾ ആഡ് ചെയ്യണം. ഇത് നമ്മൾക്ക് ഒരാൾക്കാണെങ്കിൽ ഈ ഇങ്ങനെ ഒരു സ്പൂണ് ഏകദേശം അതെ ഇട്ട് 1.5 സ്പൂൺ വേണമെങ്കിൽ ഇടാം. ഒരു കളർ വരണമെങ്കിൽ 1.5 സ്പൂൺ ഇടാം. നമ്മൾ കാശ്മീരി മുളകാണോ? അതെ, കാശ്മീരി മുളക്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്നതും എല്ലാം കൂടി നമ്മൾ ചേർത്ത് ഒന്നെടുക്കണം. ഇപ്പം മുളകെന്ന് പറയുന്നത് നമ്മൾക്ക് ഇപ്പോൾ പുറത്തുനിന്ന് പൊടിക്കാൻ വാങ്ങിച്ചാലും എല്ലാത്തിലും ചളിയും അതും ഇതൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് ബോയിൽ ചെയ്തിട്ട് പിന്നെ അരച്ചെടുത്താൽ അതിന്
അത്രയും ഒരു ടിപ്പാണ്. സ്റ്റെറിലൈസ് ചെയ്ത് നമ്മൾ ബോയിൽ ചെയ്ത് എടുക്കുമ്പോഴാണ് ഇന്നത്തെ കച്ചറകളൊക്കെ മാറി പ്യുവർ ആയിട്ടുള്ള സംഭവം കിട്ടും. ഇപ്പം ഭയങ്കര കാര്യമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് മുളക് പൊടിയിലെ മായം. അപ്പൊ നമ്മൾക്ക് ധൈര്യമായിട്ട് കഴിക്കാമല്ലോ. ഇത് കളർ ചേഞ്ച് ആണോ എങ്ങനെയാണ് നമ്മൾ കുറച്ചൊന്ന് ഒരു ഇത്തിരി അതിന്റെ ആ ഒരു റോസ് സ്മെല്ലൊന്ന് മാറണം. ഒരാൾക്ക് കഴിക്കാനുള്ള പാകത്തിനുള്ള ചോറ് നമ്മൾ ഇന്നത്തേക്ക് ഇട്ടേക്കുവാണ്. ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ സിംപ്ലി ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാ ബാച്ചിലേഴ്സിനും എല്ലാവർക്കും ഉപയോഗിക്കാം. കുറച്ച് പ്രോൺസ് വേണമെന്നേ ഉള്ളൂ. പ്രോൺസ് പിന്നെ എന്നും ഇവര് മാർക്കറ്റിൽ പോയി എന്നും വാങ്ങിക്കുന്നതാണ്. അവിടെ നിന്നോട് ഉണ്ടാക്കുന്നവർക്ക് അതിൻ്റെ ഒരു കുക്കിംഗ് ടൈം മാത്രം ഒരു പ്രശ്നമാണ്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ചെമ്മീൻ മിക്സിലോട്ട് ചോറ്. ഇതാണ് ഇവിടെ പരിപാടി. സിമ്പിൾ. കുറച്ച് ഇൻഗ്രീഡിയൻറ്റും കൊണ്ടൊരു മീലായി അല്ലേ. ഒരാളുടെ പ്രിപ്പറേഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 2 തക്കാളിക്ക് 4 ഒരാൾക്ക് അത്രയും വേണ്ട. ഒരാൾക്കാണെങ്കിൽ ഒരു ഹാഫ് തക്കാളി ഒരു ഓണിയൻ വേണമെങ്കിൽ വെച്ചിട്ട് ഹാഫ് തക്കാളിയും ഒരു ഓണിയനും വെച്ചിട്ടുള്ള ചട്നി ഉണ്ടാക്കുക. അതാണ് ഇതിനകത്ത് മിക്സ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കുറേ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്നതിന് അനുസരിച്ച് ആ ചട്നി മിക്സ് ചെയ്യാം. നമ്മുടെ ചെമ്മീൻ ചോറ് തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ കഴിച്ചു പോകും. ഇതാണ് ചേച്ചി ഉണ്ടാക്കിയ ചെമ്മീൻ ചോറ്. നമ്മളിത് തുറന്ന് കഴിക്കാം. ഇങ്ങനെയാണത് പാക്ക് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ. ഇലയിൽ ഇതിൻ്റെ ഉള്ളിലെ ഇല അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ചമ്മന്തി. സ്കൂളിലൊക്കെ കൊണ്ടുപോകണ പോലെ തോന്നുന്നു പണ്ട്. ഇതാണ് നമ്മളെ ചെമ്മീൻ ചോറ്. ഇതിനകത്ത് ചട്നിയും ഒരു അച്ചാറും ഉണ്ടാവും. ചട്നിയും അച്ചാറും. അതെ, ഇങ്ങനെ ഒരു പപ്പടം കൂടി കഴിച്ചാൽ ചിലർക്ക് മോര് കറിയോ അങ്ങനെ എന്തെങ്കിലും പ്രിഫർ ചെയ്യണമെങ്കിൽ വേണ്ട തോന്നുന്നു. ഇതിന് തന്നെ അതെ, സാധാരണ ഒന്നും കഴിക്കാറില്ല. ഇതാണ് ഇതിന്റെ സൈഡ് ഡിഷസ് എന്ന് പറയുന്നത്. പപ്പടവും ഒരു അച്ചാറും പിന്നെ ഒരു ചമ്മന്തിയാണ്. അപ്പോൾ ഞാൻ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഒരു ചെമ്മീനും കൂടി. നല്ല രസമുണ്ട്. വീട്ടിൽ നിന്ന് അമ്മ ഉണ്ടാക്കി തരുന്ന ആ ഒരു ചോറ് പോലെ തോന്നുന്നു എനിക്ക്. ഈ ചമ്മന്തിയും കൂടി കഴിക്കാം. ചമ്മന്തി കൂടി വരുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. അതും ഈ കോക്കനട്ട് ചമ്മന്തി ആകുമ്പം അത് മറ്റേ നമ്മളെ തേങ്ങാ ചമ്മന്തി. അതെ, മാങ്ങാ ചമ്മന്തിയായിട്ട് ഇത് മാച്ചായി പോകും കുറച്ചുകൂടി. തേങ്ങാ ചമ്മന്തി പപ്പടവും അച്ചാറും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കും. വയറും മനസ്സൊക്കെ നിറയും. നല്ല ടേസ്റ്റാണ്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ പേര് ഇൻഹൗസ് ഈറ്ററി. ഇതിലെല്ലാവർക്കും അവൈലബിൾ ആണ്. സൊമാറ്റോ, സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാം. പിന്നെ ഇത് കുണ്ടന്നൂർ ജംഗ്ഷനിലാണ് വരുന്നത്. പിന്നെ നിങ്ങളുടെ ഇത്ര സമയമൊക്കെ എടുത്ത് സംസാരം TV ഇവിടെ വന്ന് ഞങ്ങളുടെ ഇതെല്ലാം എടുത്തതിൽ നിങ്ങൾക്ക് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച് ചേച്ചി. അപ്പോൾ രുചികളുടെ യാത്ര ഇവിടെ തീരുന്നില്ല. അടുത്ത എപ്പിസോഡിൽ വേറെ രുചികളും കാര്യങ്ങളുമായിട്ട് സംസാരം TVയുടെ യാത്ര തുടരുകയാണ്. ഞാൻ നമിത. ബൈ.